എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മുത്തശ്ശന്റെ പ്രായമുള്ള ഒരാളെയാണോ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾ ഒബ്വിയസ്ലി കണ്ടിട്ടുണ്ടാവും. ആ ഷോപ്പിംഗ് കോംപ്ലക്സിലും ജംഗ്ഷനിലും ഒക്കെ ഭയങ്കര റൂമർ. എന്ത് റൂമർ? ഞാൻ നിന്റെ അപ്പൂപ്പനാണ്. അതൊക്കെ കണ്ടപ്പോ എന്താണ് ശരിക്കും തോന്നിയത്? എന്ത് പറയുന്നു നിന്റെ അഭിപ്രായം? അല്ല, കിളവനെ കെട്ടിയിട്ട് ഫസ്റ്റ് ഡേ തന്നെ കൊറേ കവലനരങ്ങിയില്ലേ ഇവിടെ. അവർക്ക് എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചില്. ഞാൻ എന്താ അവരുടെ കളിക്കുട്ടിയാ? അതിപ്പോ ചേച്ചി എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, സെക്സ് അല്ല ലൈഫ് എന്ന് പറയുന്നത്. ഞാൻ പച്ചവാളിൽ പറയാം, രാത്രി എന്താണ് ഫസ്റ്റ് ഡേ തന്നെ പൊങ്ങു പൊങ്ങു അവൻ്റെത് പറ്റിപ്പോയോ? ആരായിരിക്കും അത്? എന്തായാലും നമ്മളല്ലല്ലോ, അത് തന്നെ ഒരാശ്വാസം. കിളവിന് സാധനം ഉണ്ടോ, അത് പൊങ്ങോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഇത്രയും തരന്നാണ് പോയോന്നാണ് ഞാൻ എന്തോരം ആൾക്കാര് തൃശ്ശൂർ പൂരം കാണാൻ പോണു, വെടിക്കെട്ട് അപകടത്തിൽ ചാവണു. എത്ര ഇടി വെട്ടണം അതിലൊരെണ്ണം. ചോദിക്കുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്ന ഒരു മനസുഖമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ? കുത്തിത്തിരിപ്പുകാര് പലരും ഉണ്ടാവും, അത് അസൂയ. അങ്ങനെയല്ല, നമ്മള് ഇവര് വിചാരം എന്താണ് സെക്സിന് വേണ്ടി മാത്രം ലൈഫ് കൊണ്ടുപോകുന്നത്. അവരുടെയൊക്കെ വീട്ടിലുള്ള അവസ്ഥ ആലോചിക്കുമ്പോൾ നാട്ടിനും വീട്ടിനും വേണ്ടാത്ത കുറെ പിശാചുക്കൾ ഉണ്ട് ഇവിടെ. ഇതിങ്ങനെ പച്ച മലയാളത്തിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാ പാകതിരിവുണ്ടായിട്ട് വേണ്ടേ? ഇത്രയും അതപ്പതിച്ചു പോയി ഇത്. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. രാത്രി എന്താണ് ഫസ്റ്റ് തന്നെ പൊങ്ങു. നിങ്ങൾ കല്യാണം കഴിക്കാൻ താമസിച്ചത് ഞങ്ങളുടെ കുഴപ്പമാണോ? ഇത് പൊങ്ങിയില്ലെങ്കിൽ അവൾ അടുത്ത റൂമിലേക്ക് പോകുന്നൊക്കെയാ വഴി. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ, അതൊക്കെ വിട്ടുകളാ. തെറി വിളിക്കാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ തെറി എന്താണെന്ന് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ചീത്ത വിളിക്കാൻ അറിയാത്തത് കൊണ്ടൊന്നും അല്ല. ഞാൻ അങ്ങേ അച്ഛൻ പോയ ഇന്ത്യൻ പ്രസിഡന്റോ ഇങ്ങേ അച്ഛൻ വന്ന തനി തറയാണോ തെണ്ടി. ഞങ്ങള് ഒരു ബോയ്സ് സ്കൂളിലെ പ്രൊഡക്റ്റാണ്. ഞങ്ങൾക്ക് ചീത്ത വിളിക്കാൻ അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. തിരിച്ചു പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു അന്തവും കുന്തവും ഉണ്ടാവില്ല. നിർത്തിക്കോണം, ഇന്നത്തെ കൊണ്ട് എല്ലാം നിർത്തിക്കോണം. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം ഞാൻ എന്താ അടങ്ങി നിക്കണേന്നറിയോ? അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ അച്ഛനും അമ്മയെ ഫേസ് ചെയ്യാൻ. അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. തെറ്റില്ല, അവർക്ക് അങ്ങനെ ഒരു രോഗം ഉണ്ടായി, കോവിഡ് പോലെ. ഗെറ്റ് വെൽ സൂൺ. അതിന് വാക്സിൻ ഒന്നുമില്ല, സ്വയം നന്നാവുക മാത്രമേ വഴിയുള്ളൂ. അങ്ങേരെ മാനം കീഴ് ചൂഞ്ഞാലാടും നനവാ. ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ. ഞാൻ പോകുന്നു. ബൈ ബൈ.